അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പില്ലർ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. ഒരു റിലേഷൻഷിപ്പിൽ എന്താണെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. കാരണം രണ്ട് വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കാം, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസിലൂടെ പോയ ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഹാർമണി അല്ലെങ്കിൽ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിനൊന്ന് ഡൗൺ ചെയ്യാൻ, ആ ഒരു ബോണ്ടിനെ റപ്ചർ ചെയ്യാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ആ റപ്ചർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാർ കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് മനസ്സിൽ വെക്കുന്നതല്ല ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോണ്ട് റപ്ചർ ആയി കഴിഞ്ഞാലും അത് എങ്ങനെ റിപ്പയർ ചെയ്യണം, എങ്ങനെ ആ ക്ലോസ്നെസ് ഇനിയും തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പിന് സക്സസ് തീരുമാനിക്കുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രാഫിൽ പോകുന്ന കാര്യങ്ങളായിരിക്കില്ല. അതെപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, റപ്ചറും ഉണ്ടാവും, അതിൻ്റെ കൂടെ റിപ്പയറും ഉണ്ടാകുന്ന സമയത്താണ് ആ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നത്.